നമസ്കാരം. പപ്പുവ ന്യൂ ഗിനിയയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ 2000-ഓളം പേർ ജീവനോടെ മണ്ണിനടിയിൽപ്പെട്ടു എന്നുള്ള വാർത്തയുടെ നടുക്കം വിട്ടു മാറിയിട്ടില്ല ഇപ്പോഴും ലോകത്തിന്. എൻഗോ പ്രവിശ്യയിലെ കവൻഗോ ഗ്രാമത്തിൽ വെള്ളിയാഴ്ച പുലർച്ചെയാണ് മുൻഗ്ലോ പർവ്വതത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണത്. ഒട്ടേറെ കെട്ടിടങ്ങളും വയലുകളും അടക്കം മണ്ണിനടിയിലായിട്ടുണ്ട് എന്നും ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക നിലയെ തന്നെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്നുമാണ് ദുരന്ത നിവാരണ കേന്ദ്രം പറയുന്നത്. 4 ദിവസം പിന്നിട്ടു ഈ ദുരന്തം എങ്കിൽ പോലും ഇപ്പോഴും അവിടെ തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് രക്ഷാപ്രവർത്തകർക്കും ഈ ദുരന്തത്തിൽ കുടുങ്ങിയ ആളുകൾക്കുമൊക്കെ മുന്നിൽ സൃഷ്ടിക്കുന്ന വെല്ലുവിളികൾ വളരെ വലുതുമാണ്. ഇതുവരെ 1000-ഓളം മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് മറ്റ് രാജ്യങ്ങളുടെ സൈനിക സഹായം ഉൾപ്പെടെ ആവശ്യമുണ്ട് എന്നാണ് പപ്പുവ ന്യൂ ഗിനിയ ലോകത്തെ അറിയിക്കുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ പപ്പുവ ന്യൂ ഗിനിയ ഇത്തരത്തിലുള്ള ഒരു ആവശ്യം വെച്ചതിന് തൊട്ടു പിന്നാലെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എക്സ് അക്കൗണ്ടിൽ ഒരു കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടു. അത് ഇങ്ങനെയായിരുന്നു: പപ്പുവ ന്യൂ ഗിനിയയിലെ വിനാശകരമായ മണ്ണിടിച്ചിലുണ്ടായ ജീവഹാനിയിലും നാശനഷ്ടങ്ങളിലും അഗാധമായ ദുഃഖം ഇന്ത്യ രേഖപ്പെടുത്തുന്നു. സാധ്യമായ എല്ലാ സഹായങ്ങളും അവിടെ ചെയ്യാൻ ഇന്ത്യ തയ്യാറാണ്. അതായത് വെറുമൊരു അനുശോചനം മാത്രമല്ല മോദി അറിയിച്ചിരിക്കുന്നത്, മറിച്ച് എന്ത് സഹായവുമായി ഇന്ത്യ അങ്ങോട്ടേക്ക് പറന്നെത്താൻ തയ്യാറാണ് എന്ന് തന്നെയാണ് മോദി അറിയിച്ചിരിക്കുന്നത്. ഇതിനു മുൻപ് ഈ പപ്പുവ ന്യൂ ഗിനിയയിൽ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായ സമയത്തും സഹായവുമായി ഇന്ത്യ ചെന്നിരുന്നു. നമുക്കറിയാം, പല രാജ്യങ്ങളും അത് ശത്രു രാജ്യമാണ് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഇന്ത്യ നൽകുന്ന സഹായം വളരെ വലുതാണ്. തുർക്കിയും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും അടക്കമുള്ള രാജ്യങ്ങൾക്ക് വരെ ഇന്ത്യ സഹായം വാഗ്ദാനം ചെയ്തിരുന്നു. അത്തരത്തിലുള്ള സഹായങ്ങൾ അവിടെ എത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പപ്പുവ ന്യൂ ഗിനിയയ്ക്ക് മുന്നിലും സഹായവുമായി ആദ്യം ഓടിയെത്തിയിരിക്കുന്നത് ഇന്ത്യ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.